പാകിസ്ഥാന്റെ ഓരോ ഇഞ്ചും ഇപ്പോൾ നമ്മുടെ കയ്യെത്തും ദൂരത്ത്. ലക്നൌവിൽ നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈലുകൾ രാജ്നാഥ് സിംഗും യോഗി ആദിത്യനാഥും ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് പറഞ്ഞതാണ് പാകിസ്ഥാന്റെ മുക്കും മൂലയും ഈ ബ്രഹ്മോസ് അരിച്ചു പിറക്കിയിട്ടുണ്ട് എന്ന്. അതായത് പാകിസ്ഥാന് ഇനി ഒന്ന് അനങ്ങാൻ പോലും സാധിക്കാത്ത രീതിയിൽ പാകിസ്ഥാന്റെ സകല പ്രദേശങ്ങളും, അതായത് ഭീകരവാദികൾ ഇവന്മാരുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒളിച്ചിരുന്നാൽ പോലും ഇവന്മാരെ അടിച്ചിരിക്കും, തകർത്തിരിക്കും, വധിച്ചിരിക്കും എന്നാണ് കൃത്യമായി ഇന്ത്യയുടെ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ ലക്നൌവിലുള്ള ബ്രഹ്മോസ് എയറോസ്പേസ് യൂണിറ്റിൽ നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈലുകളുടെ ആദ്യ ബാച്ച് ഒക്ടോബർ 18 ശനിയാഴ്ച കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തു. വിക്ഷേപണ വേളയിൽ രാജ്നാഥ് സിംഗ് പാകിസ്ഥാന് കർശനമായിട്ടുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. നമ്മുടെ എതിരാളികൾക്ക് ഇനി ബ്രഹ്മോസിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് രാജ്യത്തിന് ഉറപ്പുണ്ട്. പാകിസ്ഥാൻ പ്രദേശത്തിന്റെ ഓരോ ഇഞ്ചും ഇപ്പോൾ നമ്മുടെ ബ്രഹ്മോസിന്റെ കയ്യെത്തും ദൂരത്താണ്. ബ്രഹ്മോസ് മിസൈലുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ച രാജ്നാഥ് സിംഗ് അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലാണ്: ബ്രഹ്മോസ് വെറും ഒരു മിസൈൽ മാത്രമല്ല, ഇന്ത്യയുടെ വളർന്നു വരുന്ന തദ്ദേശീയ കഴിവുകളുടെ പ്രതീകം കൂടിയാണ്. വേഗത, കൃത്യത, ശക്തി എന്നിവയുടെ ഈ സംയോജനം ബ്രഹ്മോസിനെ ലോകത്തിലെ ഏറ്റവും മികച്ച മിസൈലുകളിൽ ഒന്നാക്കി മാറ്റുന്നു. ഇന്ത്യയുടെ കരസേന, നാവികസേന, വ്യോമസേന എന്നിവയുടെ നട്ടല്ലായി ബ്രഹ്മോസ് മാറിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വിജയം ഇനി ഞങ്ങൾക്കൊരു ചെറിയ സംഭവമല്ല എന്ന് ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചിട്ടുണ്ട്. വിജയം ഞങ്ങളുടെ ശീലമായി മാറിയിരിക്കുന്നു. ഇന്നത്തെ പരിപാടി വെറും ഒരു വിക്ഷേപണം, ഇന്ത്യക്ക് സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള ശക്തിയുണ്ടെന്ന് ഭാവി തലമുറയ്ക്ക് സന്ദേശം അയക്കാനുള്ള അഭിമാനകരമായിട്ടുള്ള നിമിഷമാണ്. ബ്രഹ്മോസ് വെറും ഒരു സംവിധാനമല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയുടെ ഏറ്റവും വലിയ പ്രായോഗിക തെളിവാണെന്ന് തെളിയിച്ച ഓപ്പറേഷൻ സിന്ദൂർ ഈ ആത്മവിശ്വാസമാണ് ഞങ്ങളെ ശക്തിപ്പെടുത്തിയത്. ലക്നൌ യൂണിറ്റ് നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈലുകളുടെ ആദ്യ ബാച്ചിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇത്തരത്തിലാണ് പ്രസ്താവന നടത്തിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.